എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ ബിറ്റ്നയുടെ അപ്പാർട്ട്മെന്റിലായിട്ട് താമസിക്കുന്ന ഒരു ലേഡീനെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ്. ആ ലേഡി ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ ഓണറും അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഇല്ലേ, അവർ രണ്ടുപേരോട് വന്നിട്ട് ആ ലേഡീനെ എങ്ങനെ രക്ഷിക്കും. അവരെങ്ങനെ നേരെ വന്ന് കംപ്ലൈന്റ് ചെയ്യും പോലീസിന്റെ അടുത്ത്. അവിടെയാണെങ്കിൽ നമ്മുടെ ദാവോണിന്റെ അമ്മയില്ലേ, അവരെ അറ്റൻഡ് ചെയ്യുന്നത്. ആ പെണ്ണ് പറയും ഇയാളാണെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കത്തിയോ ഉണ്ടായിരുന്നു എന്ന്. ആ കത്തിയുടെ പടമൊക്കെ അവർ വരച്ചു കൊടുക്കും. ഇത് കാണുന്നത് നമ്മുടെ ദാവോണിന്റെ അമ്മയ്ക്ക് മനസ്സിലാവും. അതായത് ദാവോണിന്റെ പേരൻസിനെ ആരാണോ കൊന്നത് അയാൾ തന്നെയാണ് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. ദാവോണിന്റെ അമ്മയാണെങ്കിൽ ഇതിനെപ്പറ്റി അവൻ്റെ അടുത്ത് പറയാനേ റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബിറ്റ്നയും അതേപോലെ അസിസ്റ്റന്റും കൂടി സംസാരിക്കുന്ന. അസിസ്റ്റന്റ് പറയും എനിക്ക് തോന്നുന്നത് സാത്താനെന്ന് പറയുന്ന വേറെ ആരുമല്ല നമ്മളുടെ കൂടെയുള്ള ആ അസിസ്റ്റന്റ് പെണ്ണ് തന്നെയാണെന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ബിറ്റ്ന പറയും നീ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാണ്ടിരിക്കോ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ബിറ്റ്ന അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാ ദാവോണിന്റെ അനിയത്തിയില്ലേ, അവളാണെങ്കിൽ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് വരുന്നതാണ്. അവിടെ വെച്ചിട്ട് കുറച്ച് പെൺപിള്ളേര് അവളെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. സത്യം പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ബിറ്റ്നയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ബിറ്റ്നെ അവരെ നല്ലതുപോലെ വഴക്ക് പറയും. ഈ പെങ്കൊച്ചുങ്ങളെ കേൾക്കാത്തതുകൊണ്ട് ബിറ്റ്നയ്ക്ക് അവിടെ ചെറുതായിട്ടൊന്ന് ഫോഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അവളാണെങ്കിൽ ഇവളുമാരെ എടുത്തിട്ട് അടിക്കും. അങ്ങനെ ഇതും പോലീസ് കേസാവും. പോലീസ് സ്റ്റേഷനിൽ നമ്മളുടെ ഈ ദാവോണിന്റെ അമ്മയും ദാവോണും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ ബിറ്റ്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയായിട്ട് ഈ കുട്ടികളുടെ അമ്മ വന്നിട്ട് വഴക്ക് പറയും നിങ്ങളുടെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്നും പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ബിറ്റ്നെ ജഡ്ജാന്നറിയുന്നതും ആ അമ്മമാരങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കൂളാവും. അവരാ കുട്ടികളെ കിടന്ന് വഴക്ക് പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ദാവോണിന്റെ അമ്മയാണെങ്കിൽ അവന്റെ അനിയത്തിനെ എടുത്തിട്ട് വഴക്ക് പറയുന്നതാണ്. അതായത് എന്തിനാ നീ അങ്ങോട്ട് പോയതെന്ന് ചോദിച്ചിട്ട്. ആ പെങ്കൊച്ചാണെങ്കിൽ നമ്മുടെ ദാവോണിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാ പോയത്. ഇവിടെ നമ്മുടെ ദാവോണിന്റെ അമ്മയ്ക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ആ സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടില്ലേ, അതുകൊണ്ടാണ് അവരിവിടെ വഴക്ക് പറയുന്നത്. ഈ പെങ്കൊച്ചു കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവും. ദാവോണും അവളുടെ പുറകെ ആയിട്ട് പോവും. അവിടെ ബിറ്റ്ന നിൽക്കുന്നതും നമ്മളുടെ ഈ പോലീസ് ലേഡിയില്ലേ, അവര് വന്നിട്ട് ബിറ്റ്ന എടുത്ത് താങ്ക് യു ഒക്കെ പറയും. പിന്നീട് കാണിക്കുന്ന ദാവോണാണെങ്കിൽ ആ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നയാ. അവരാണെങ്കിൽ അവന്റെ അടുത്ത് ബിറ്റ്നെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങും. അവര് പറയും സത്യത്തില് നീ അവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നീ മരിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. നിന്റെ അമ്മയ്ക്കും അച്ഛനും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നിന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന്. നിന്നോട് ഞാനിപ്പോ ആ സത്യം പറഞ്ഞ് എന്റെ വാക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുവാണ്. ഇനി ബാക്കിയല്ല നിന്റെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിടും. ആ സമയത്ത് നമുക്ക് കാണിക്കും ഈ അമ്മാമ്മ എന്ന് പറയുന്നത് വേറെ ആരുമല്ല ഒരു ഏഞ്ചലാണ് എന്ന്. അങ്ങനെ നമ്മളുടെ ഡാവോൺ പുറത്തോട്ട് വരുന്നതും അവിടെ ബിറ്റ്നെ കാണും. അവളിപ്പോ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവന്റെ അനിയത്തിനെ രക്ഷിച്ചതിന് ബിറ്റ്ന എടുത്ത് അവൻ ഇതുവരെ ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. അപ്പൊ അവള് ചോദിക്കും നാളെ നമ്മളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഹൈക്കിങ്ങിന് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? ദാവോൺ വരുന്നു എന്ന് പറയുന്നത് ഉടനെ ബിറ്റ്ന പറയും ഞാൻ കാണത്തില്ല, എനിക്കിഷ്ടമല്ല എന്നെ സംശയിക്കുന്ന ഒരാളുടെ കൂടെ ഹൈക്കിങ്ങിനൊന്നും പോവാൻ വേണ്ടിയിട്ട്. ഇവിടെ ബിറ്റ്നയുടെ ദേഷ്യം എന്ന് വെച്ചാൽ ബിറ്റ്നെ നമ്മളുടെ ദാവോൺ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആ ഡീമനെ കൊന്നയാളെന്നല്ലേ, അതിലാണ് അവൾക്കിപ്പോ ദേഷ്യം. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം എല്ലാവരും കൂടി ഹൈക്കിങ്ങിന് പോകുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ലേഡി ബിറ്റ്നെ തിരക്കും. ഉടനെ നമ്മുടെ അസിസ്റ്റന്റ് പറയും ബിറ്റ്നയ്ക്ക് അത്ര സുഖമില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ബിറ്റ്ന വരും. അവളെ പറയും ഞാനിപ്പോ ഓക്കെയാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹൈക്കിംഗ് ഒക്കെ നടത്തിയ അവരൊരു മുകളിലായിട്ട് വന്നിരിക്കുന്നതും നമ്മുടെ ബിറ്റ്നയുടെ അടുത്ത് ദാവോൺ വന്ന് സംസാരിക്കുന്ന. അവനിപ്പോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ ബിറ്റ്ന നല്ലവളാണോ ചീത്തയാണോ എന്ന് ആലോചിച്ചിട്ട്. അവനാണെങ്കിൽ അവന്റെ അനിയത്തിനെ രക്ഷിച്ചതിന് അവളുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. ഇത് കേൾക്കുന്നേ ബിറ്റ്ന പറയും ഓ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ ദാവോൺ അവന്റെ സ്റ്റോറി പറയാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള അവന്റെ അമ്മയെന്ന് പറഞ്ഞാൽ യഥാർത്ഥ അമ്മയില്ല, അവന്റെ പേരൻസ് അവനെ കാരണമാണ് മരിച്ചു പോയത് എന്ന്. ഇത് കേൾക്കുന്നേ ബിറ്റ്ന ചോദിക്കും നീ ഇവരെ കൊന്ന കാര്യമാണ് അന്ന് എന്റെ അടുത്ത് പറഞ്ഞത്? അപ്പൊ ദാവോൺ പറയും അതെ, എന്നെ കാരണമാണ് എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും മരിച്ചു പോയത് എന്ന്. എന്നാൽ ബിറ്റ്ന അവിടെ ഡയറക്റ്റ് ആയിട്ട് പറയും നീ ആരെയും കൊന്നിട്ടില്ല, എനിക്കത് കൺഫേം ആണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ദാവോൺ ഭയങ്കര ഷോക്കായിരുന്നു. അവൻ ഇത് കേൾക്കുന്നേ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങും. ഇത് കാണുന്നേ നമ്മുടെ ബിറ്റ്നയുടെ കൺട്രോൾ പോയിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോകും. ഉടനെ നമ്മുടെ ദാവോൺ പറയും നീ ഇത്രയും നാൾ പറഞ്ഞത് സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പൊ പറഞ്ഞത് വിശ്വസിക്കാൻ എന്റെ മനസ്സ് പറയുവാണ് എന്ന്. പിന്നീട് കാണിക്കുന്ന എല്ലാവരോടും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാ. അവിടെ നമ്മളുടെ ദാവോൺ ഭയങ്കരമായിട്ട് ഡ്രങ്കനായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചോദിക്കും നീ എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ചിട്ട് കളിക്കുന്നത് എന്ന്. എനിക്ക് യഥാർത്ഥത്തിൽ നിന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയായിരുന്നു. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്നെ അവന്റെ വായ അങ്ങ് പൊത്തിപ്പിടിക്കും. എന്നാൽ നമ്മളുടെ ദാവോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാനിരിക്കുന്നേ അവൻ ബോധം കെട്ടങ്ങ് വീഴും. നമ്മളുടെ അസിസ്റ്റന്റിന് പോലും അവനെ പൊക്കാൻ പറ്റത്തില്ല. അങ്ങനെ ബിറ്റ്നെയാണ് അവനെ എടുത്തോണ്ട് അവന്റെ റൂമിലായിട്ട് കൊണ്ടാക്കുന്നത്. അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ദാവോൺ അവളുടെ കൈയെ പിടിച്ചിട്ട് ചോദിക്കും നിനക്ക് എപ്പോഴും നല്ലവളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ലേ എന്ന്. എന്നാൽ നമ്മുടെ ബിറ്റ്നെ പറയും പറ്റത്തില്ല, ഞാനൊരു ഡീമനാണ് എന്ന്. അപ്പോൾ അവൻ പറയും എങ്കിൽ പിന്നെ നിനക്ക് എപ്പോഴും ചീത്തയായിട്ട് തന്നെ ഇരുന്നൂടെ, എന്നെ എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ് ആക്കുന്നത്, എനിക്കറിയത്തില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നേ എന്ന്. അപ്പോൾ ബിറ്റ്നെ പറയും നീ കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ യഥാർത്ഥത്തിൽ ഭയങ്കര മോശമാ എന്ന്. എന്നാൽ നമ്മുടെ ദാവോൺ ആണെങ്കിൽ അവന്റെ അനിയത്തിയുടെയും കാര്യമൊക്കെ വെച്ചിട്ട് സംസാരിക്കും. കൂടത്തിൽ തന്നെ അവൻ പറയും നീയാണെങ്കിൽ ആ
ആരെയും കൊന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ബിറ്റ്നയുടെ മനസ്സൊന്ന് ചെറുതായിട്ട് ചാഞ്ചാടിയായിരുന്നു. അവൾ അവനെ ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതും അവിടെയായിട്ട് നമ്മുടെ ബിറ്റ്നെ യൂസ് ചെയ്ത ക്യാനില്ലേ അത് അവൻ തെളിവായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന കാണും. ഇത് കാണുന്നേ ബിറ്റ്നയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. അവള് നേരെ വന്നിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ഇല്ലേ അവൻ്റെ അടുത്ത് വന്നിട്ട് ദേഷ്യം കാണിക്കാൻ തുടങ്ങും. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് മര്യാദയ്ക്ക് ചെയ്തു തീർക്കണം എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മുടെ അസിസ്റ്റന്റ് ഇവളുടെ അടുത്ത് കുറെ സോറിയൊക്കെ പറയും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ അസിസ്റ്റന്റ് പെണ്ണ് വരും. അവൾ വന്നിട്ട് പറയും, ഞാൻ ആ സീരിയൽ കില്ലർ കൊന്ന ഫാമിലിയിലെ ആ കൊച്ചുകുട്ടിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കണ്ടുപിടിച്ചു. അവൻ ഓർഫനേജിലായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ഫാമിലി അവനെ അഡോപ്റ്റ് ചെയ്തെടുത്തു എന്ന്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയേ പറയാന്ന് പറയും. ഇവിടെ നമ്മളുടെ ബിറ്റ്ന ദാവോണിനെ പറ്റി സംസാരിക്കുന്നതും ഈ അസിസ്റ്റന്റ് പെണ്ണ് ചോദിക്കും, വേണമെങ്കിൽ ഞാൻ അവന് നല്ലൊരു പാഠം പഠിപ്പിക്കാന്നും പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് ഒരു ചുറ്റിക എടുക്കും. ഉടനെ തന്നെ ബിറ്റ്ന പറയും അതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്ന്. ബിറ്റ്ന അവിടെ നിന്ന് പോകുന്നതും ഈ അസിസ്റ്റന്റ് പെണ്ണ് നമ്മളുടെ ഈ അസിസ്റ്റന്റ് അടുത്ത് ചോദിക്കും, അവക്കിപ്പോ ആ ദാവോന്റെ അടുത്ത് എന്തോ ഒരു ഫീലിങ്സ് ഇല്ലേ, അവള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാ ബിഹേവ് ചെയ്യുന്നത്, നീ എപ്പോഴെങ്കിലും അവള് കരയുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പറയും, ഇല്ല, എന്ത് പറ്റി നീ അങ്ങനെ ചോദിക്കുന്നേ, അതിന് ഡീമൻസ് കരയത്തില്ലല്ലോ. ഉടനെ തന്നെ ഈ പെണ്ണ് പറയാൻ തുടങ്ങും, അതെ, ഡീമൻസ് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ യൂസ്ലെസ് ആണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു മൾട്ടിനാഷണൽ ഫുഡ് കമ്പനിയുടെ സിഇഒനെയാണ്. അയാളാണെങ്കിൽ ലോകത്തിന്റെ മുന്നില് ഭയങ്കര നല്ലവനാണ്. യഥാർത്ഥത്തിൽ അയാള് ഭയങ്കര മോശപ്പെട്ട ആളുവാ. അയാളുടെ കമ്പനിക്കെതിരായിട്ട് കുറെ എംപ്ലോയീസ് നിന്ന് നല്ലതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സിഇഒ ആണെങ്കിൽ ആ സ്ട്രൈക്കിന്റെ തലവനെ വിളിച്ച് വീട്ടിലിരുത്തിയിട്ട് അയാളുടെ അക്കൗണ്ടിലോട്ട് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ സ്ട്രൈക്ക് പിൻവലിക്കണം എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അയാളെ നല്ലതുപോലെ ത്രെട്ടനും ചെയ്യും. ആ വീട്ടിൽ നിന്ന് ആ വയസ്സായ തലവനാണെങ്കിൽ ഭയങ്കര പേടിച്ചാ ഇറങ്ങുന്നേ. അയാൾ പോലീസിനെ കോൾ ചെയ്യാനായിട്ട് വരുന്നതും കുറച്ച് ആൾക്കാർ വന്ന് തട്ടിക്കൊണ്ടുപോകും. അത് വേറെ ആരുമല്ല, ഈ സിഇഒയുടെ ആൾക്കാർ തന്നെ. അങ്ങനെ ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവന്നിട്ട് ഈ സിഇഒ ഈ വയസ്സായ അപ്പൂപ്പനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അയാളുടെ ദേഹത്ത് ബോളൊക്കെ അടിച്ചു കയറ്റും. എന്നിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. ഇയാള് അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ വീട്ടിലെത്താൻ നോക്കുന്നതും വേറെ ഒരാൾക്കാർ വന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോകും. പിന്നീട് കാണിക്കുന്ന ഇയാളുടെ 2 പെൺമക്കളോട് വന്നിട്ട് പോലീസിൽ കേസ് കൊടുക്കുന്നതാണ്, ഇയാള് മിസ്സിംഗ് ആണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഈ പെൺകുട്ടികൾ പോകുന്നതും അവിടെയായിട്ട് നമ്മുടെ 2 ഡീമൻസ് ഇല്ലേ, അതായത് ഡെഡ് ബോഡിയൊക്കെ ക്ലീൻ ആക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അവരാണെങ്കിൽ ഈ പെൺകുട്ടികളെ കാണുന്നതും കാര്യം തിരക്കും. അവർ അയൽക്കാരാണ്. അപ്പൊ ഇവര് പറയും അവരുടെ അച്ഛൻ മിസ്സിംഗ് ആണ് എന്ന്. ഇത് കേൾക്കുന്നതും ഈ ക്ലീനേഴ്സ് നേരെ വരുന്നത് നമ്മുടെ ബിറ്റ്നയുടെ അടുത്താ, അവളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ബിറ്റ്നെ അങ്ങനെ അടുത്തുള്ളൊരു മിററിനകത്ത് ഇയാളുടെ പേര് എഴുതി നോക്കും. അപ്പോഴേ അവർക്ക് മനസ്സിലാവും ഇയാള് മരിച്ചുപോയി എന്ന്. ഈ ക്ലീനേഴ്സ് നമ്മളുടെ ബിറ്റ്നെ അടുത്ത് നല്ലതുപോലെ ഹെൽപ്പ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഒരു കാട്ടിലായിട്ട് ഈ അപ്പൂപ്പന്റെ ഡെഡ് ബോഡി കിട്ടുന്നതാ. അതും തൂങ്ങി മരിച്ച നിലയിലാണ് കാണുന്നത്. ഇത് ഭയങ്കര വലിയൊരു സംഭവം. മീഡിയ എല്ലാം ഏറ്റെടുക്കും. എല്ലാവരുടെയും ഡൗട്ട് പോകുന്നത് ഈ സിഇഒയുടെ അടുത്താണ്. അങ്ങനെ സിഇഒനെ പോലീസ് പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. അയാൾക്കാണെങ്കിൽ എല്ലാത്തിനും ആൻസേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളുടെ ദാവോന്റെ കയ്യിൽ ഇയാൾക്കെതിരെ തെളിവുണ്ടായിരുന്നു. അതായത് ഈ അപ്പൂപ്പൻ മരിച്ചെടുത്തായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ റെക്കോർഡഡ് ആണ്. അതൊക്കെ കാണിച്ചിട്ട് ദാവോൺ ചോദിക്കും, ഇതിൽ നിങ്ങൾ ഗോൾഫ് പ്ലേ ചെയ്യാൻ നേരത്തെ അയാളെ ത്രെട്ടൻ ചെയ്യുന്ന എല്ലാ വോയിസും ഉണ്ട് എന്ന്. എന്നാൽ ഇയാൾ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആവത്തില്ല. പിന്നീട് കാണിക്കുന്ന ദാവോണിന്റെ അടുത്തും അവന്റെ അമ്മയുടെ അടുത്തും ഈ കേസിൽ നിന്ന് പിന്മാറാൻ അവരുടെ ലീഡർ പറയുന്നതാണ്. എന്താന്ന് വെച്ചാൽ ഈ സിഇഒയ്ക്ക് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ സിഇഒയുടെ അച്ഛന്റെ പവർ വെച്ചിട്ട് അവസാനം നമ്മുടെ കാങ് ബിറ്റ്നെ തന്നെ ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കും. അവൾ അതിന് റെഡിയോ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് കേസിന്റെ ഫസ്റ്റ് ട്രയലാണ്. അവിടെ നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ആ സിഇഒനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അയാൾ തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾ അതിനനുസരിച്ച് മറുപടിയും പറയും. അവസാനം നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ അയാളുടെ കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. അവിടെ നമ്മളുടെ ദാവോൺ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരും. യഥാർത്ഥത്തിൽ ദാവോണിന് ഇവളില് ഒരു ഡൗട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ബിറ്റ്നെ അവന്റെ കോളൊന്നും എടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ദാവോൺ വന്നിട്ട് പറയും, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ ആ പ്രതി യഥാർത്ഥത്തിൽ എങ്ങനെയാ മരിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അവസാനം നമ്മുടെ ബിറ്റ്നെ ആണെങ്കിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അങ്ങനെ അവളാണെങ്കിൽ നേരെ വരുന്നത് ആ ഡെഡ് ബോഡിയുടെ അടുത്തായിട്ടാ. അവളാണെങ്കിൽ അയാളുടെ തലയിൽ കൈ വെച്ചിട്ട് നോക്കും. അപ്പൊ അവൾക്ക് മനസ്സിലാവും അയാളെ ആൾക്കാർ ചേർന്നിട്ട് കൊന്നു കളഞ്ഞതാ എന്ന്. എങ്കിലും നമ്മുടെ ബിറ്റ്നെ ഇവിടെ കള്ളം പറയും, അയാൾ സൂയിസൈഡ് ചെയ്തതാ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ദാവോണിന്റെ അമ്മേനെയും അതേപോലെ തന്നെ അവരുടെ കൂടെയുള്ള ഒരു അസിസ്റ്റന്റിനെയാണ്. 2 പേരോട് ഇപ്പൊ അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട് നിൽക്കുക ആ പ്രതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് കറുത്ത ഡ്രസ് ഇട്ട ഒരാൾ നടന്നു പോകുന്നതും നമ്മളുടെ ഈ ദാവോണിന്റെ അമ്മ അയാളുടെ പുറകെ ആയിട്ട് പോകും. എന്നാൽ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ തൊട്ടടുത്ത കടയിൽ സാധനം വാങ്ങിക്കാൻ പോയേക്കുമായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ദാവോണിന്റെ അമ്മ ആ സീരിയൽ കില്ലറിന്റെ പുറകെ ആയിട്ട് ഓടും. ദാവോൺ അവിടെയായിട്ട് നമ്മളുടെ ബിറ്റ്നയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവിടെയായിട്ട് ഇവരുടെ ഈ അസിസ്റ്റന്റിനെ കാണുന്നത് അവൻ ചോദിക്കും, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക എന്ന്. അയാൾ അവിടെ പറയും, ഇവിടെ ഞങ്ങളൊരു സീക്രട്ട് മിഷന് വേണ്ടിയിട്ട് വന്നതാ എന്ന്. നോക്കുമ്പോൾ അവിടെയായിട്ട് ആ ലേഡീനെ കാണത്തില്ല. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു
ഒരു ഗണ്ണിന്റെ സൗണ്ടും കേൾക്കും. എല്ലാരും പേടിച്ചു. ദാവോൺ അവിടേക്ക് ഓടി വരും. ബിറ്റ്നയും അവന്റെ പുറകെ വരും. വന്ന് നോക്കുമ്പോ എന്തുവാ ആ സ്ഥലത്ത് കുറച്ച് ബ്ലഡ് മാത്രമുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ ദാവോൺ ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കും. ഇത് കാണുന്നേ ബിറ്റ്നയ്ക്കും അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഈ ബ്ലഡിന്റെ DNA എടുത്തിട്ട് അവർക്ക് കൺഫേം ആവും ഇത് വേറെ ആരുടെയല്ല നമ്മുടെ ദാവോണിന്റെ അമ്മയുടെ തന്നെ ബ്ലഡ് ആണ് എന്ന്. ഇവിടെ നമ്മുടെ ദാവോണിനൊന്നും ആ കേസ് കൊടുക്കത്തില്ല. എന്നിട്ട് പറയും നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്ന്. ഇതൊക്കെ ആലോചിച്ചിട്ട് ദാവോണിന് നല്ല ടെൻഷനുണ്ട്. അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ദാവോൺ നേരെ അവന്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവന്റെ അനിയത്തിയും ആ അച്ഛനും ഒക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അച്ഛൻ അവൻ്റെ അടുത്ത് പറയും യഥാർത്ഥത്തിൽ നിന്റെ അമ്മയാണെങ്കിൽ നിന്റെ പേരൻസിനെ ആരാണോ കൊന്നത് ആ സീരിയൽ കില്ലറിന്റെ പുറകെയായിരുന്നു. അതിന്റെ ഫുൾ ഡീറ്റെയിൽസും എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് കുറെ പേപ്പർ കട്ടിംഗ് ഒക്കെ അവന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും അവള് നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന്. ഇതൊക്കെ അറിയുന്നതും ദാവോണിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അവനെ കാരണമാണ് അവന്റെ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ വന്നത് എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബിറ്റ്നേനെയാണ്. അവളിപ്പോ ഭയങ്കര ടെൻഷനിലായിരുന്നു. അവള് മിററിനകത്ത് അവന്റെ അമ്മയുടെ പേര് എഴുതി നോക്കും. എന്നിട്ട് അവള് വിചാരിക്കും വേണ്ട, ഒരു പക്ഷെ അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അവർ ഉറപ്പായിട്ടും തിരിച്ചു വരും, എനിക്ക് ദാവോണിന്റെ വിഷമം കാണാൻ വയ്യ എന്നൊക്കെ അവള് വിചാരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദാവോണും ബിറ്റ്നയും കൂടി ചേർന്നിട്ട് മറ്റേ ആ അപ്പൂപ്പൻ മരിച്ചില്ലേ ആ കേസിന്റെ കാര്യത്തിന് ഒരാളെ കാണാൻ പോകുന്നതാ. അയാൾ അവിടെ പറയും ആ അപ്പൂപ്പൻ ഇന്നസെന്റ് ആണ് എന്ന്. ഇതിന്റെ മൊഴിയാണെങ്കിൽ കോർട്ടിൽ കൊടുക്കുവോ എന്ന് നമ്മുടെ ദാവോൺ അയാളുടെ അടുത്ത് ചോദിക്കും. അവസാനം ആ ഒരു ഡേ എത്തും. ഈ വിറ്റ്നസ് ആണെങ്കിൽ കോർട്ടിൽ വന്നിട്ട് നേരെ തിരിച്ചാ പറയുന്ന ആ അപ്പൂപ്പനാണെങ്കിൽ സിഇഒയുടെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്താണ് ക്യാഷ് വാങ്ങിയത് എന്ന്. ഇയാൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മളുടെ ബിറ്റ്നയ്ക്ക് അതിനനുസരിച്ചുള്ളൊരു ജഡ്ജ്മെന്റ് എടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നി ആണെങ്കിൽ ആ അസിസ്റ്റന്റ് പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവളാണെങ്കിൽ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏതാണ് ആ കൊച്ചുകുട്ടി എന്ന്. അവള് പറയും അത് വേറെ ആരുമല്ല നമ്മളുടെ ദാവോൺ തന്നെയാ എന്ന്. ഇത് കേൾക്കുന്ന ബിറ്റ്ന ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ ഈ അസിസ്റ്റന്റ് പെണ്ണി ചോദിക്കും നിങ്ങൾക്ക് എന്താ ദാവോണിന്റെ അടുത്ത് എന്തെങ്കിലും സിമ്പതി തോന്നുന്നുണ്ടോ എന്ന്. എന്നാൽ നമ്മളുടെ ബിറ്റ്ന പറയും ഒരിക്കലും ഇല്ല, നമുക്ക് വേഗം തന്നെ ഹെലിലോട്ട് തിരിച്ചു പോകാമല്ലോ, അതിന്റെ സന്തോഷമാ എന്ന്. പിന്നീടെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മളുടെ ആ കേസില്ലേ അതിന്റെ ലാസ്റ്റ് ഹിയറിംഗ് ആയിരുന്നു. അവിടെ നമ്മളുടെ ബിറ്റ്ന പറയുന്നത് തന്നെ ഇയാൾ നിരപരാധിയാണ്, അയാളെ നമുക്ക് വെറുതെ വിടാ എന്ന. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കര ഷോക്കാകും. ആ അപ്പൂപ്പന്റെ ഫാമിലി ഭയങ്കര ഇമോഷണൽ ആവും എല്ലാ തവണത്തെയും പോലെ. നമ്മുടെ ദാവൺ ഭയങ്കര ഷോക്കായിട്ട് വിഷമിച്ച് ബിറ്റ്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന ബിറ്റ്നയ്ക്കങ്ങ് ഒരുമാതിരിയാവും. അവൾ അങ്ങനെ ഓഫീസിൽ വരും. എല്ലാവരും നമ്മുടെ ബിറ്റ്നെ കുറ്റം പറയുവാണ്. അവൾക്ക് അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. എന്നാൽ നമ്മളുടെ ദാവൺ അവളെ നോക്കി നോട്ടം അവൾക്ക് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ അസിസ്റ്റന്റ് വന്നിട്ട് ബിറ്റ്നെ എടുത്ത് പറയും എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂടെയുള്ള അസിസ്റ്റന്റ് പെണ്ണ് തന്നെയാണ് സാത്താൻ എന്ന. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ നമ്മളുടെ ബിറ്റ്ന റെഡി ആയിരുന്നില്ല. അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ ഇയാളെ കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ദാവോണിനെയാ. അവനിരുന്ന് ആലോചിക്കും എന്തായിരുന്നാലും ഇയാളും ഉടനെ തന്നെ മരിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. ഇവനെ എങ്ങനെയെങ്കിലും തെളിവ് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ദാവോൺ നേരെ വരുന്നത് സിഇഒനെ കാണാൻ വേണ്ടിയിട്ടാ. അയാളുടെ അടുത്ത് പോലീസ് പ്രൊട്ടക്ഷൻ തരാ എന്ന് പറയും. എന്നാൽ അയാളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ സിഇഒയ്ക്കാണെങ്കിൽ ബിറ്റ്ന പറഞ്ഞതിന്റെ പേരിൽ നമ്മളുടെ അസിസ്റ്റന്റ് കോൾ ചെയ്യുന്നതാണ്. അതൊരു കൊച്ചുകുട്ടിയുടെ സൗണ്ടിൽ. ആ കുട്ടി പറയുന്നത് തന്നെ എന്റെ കയ്യിൽ നിങ്ങൾ കൊല്ലുന്ന വീഡിയോ ഉണ്ട്, ഇത് ഞാൻ ഓൺലൈൻ പോസ്റ്റ് ചെയ്യും, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ വരണം എന്നൊക്കെയാണ്. ഇത് കേൾക്കുന്നതും സിഇഒ അതിന് റെഡിയാവും. സിഇഒയ്ക്ക് അറിയാം അവനെ ഫോളോ ചെയ്തിട്ട് പോലീസുകാരുണ്ട് എന്ന്. അവൻ അതുകൊണ്ട് ട്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഒറ്റയ്ക്കാണ് ആ ഒരു പാർക്കിലായിട്ട് എത്തുന്നത്. അതേസമയം തന്നെ നമ്മളുടെ ബിറ്റ്നെ കാണാൻ വേണ്ടിയിട്ട് ദാവോൺ വരും. അവൻ വന്നിട്ട് അവളുടെ അടുത്ത് പറയും എനിക്ക് നന്നായിട്ടറിയാം നീ അവനെ കൊല്ലാൻ പോകുക എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ബിറ്റ്ന ചോദിക്കും നിനക്ക് യഥാർത്ഥത്തിൽ നിന്റെ ഫാമിലിനെ കൊന്ന ആ സീരിയൽ കില്ലറിനെ കൊല്ലണമെന്നില്ലേ? അപ്പോൾ നമ്മുടെ ദാവോൺ പറയും എനിക്ക് അവനെ കൊല്ലണമെന്നില്ല, എനിക്ക് അവനെ നിയമത്തിന് മുമ്പിലായിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന്. എന്നാൽ നമ്മളുടെ ബിറ്റ്ന അവിടെ അവനൊരു ഓഫർ കൊടുക്കും. നിനക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ അവൻ എല്ലാ പണിഷ്മെന്റും കൊടുക്കാം, ഒരിക്കലും ലോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിനെ കാട്ടിയിട്ടും വലിയ പണിഷ്മെന്റ് ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്, നീ എന്ത് പറയുന്നു? എന്നാൽ നമ്മളുടെ ദാവോൺ അതിനൊന്നും റെഡി ആവത്തില്ല. നമ്മളുടെ ബിറ്റ്ന ആണെങ്കിൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്നത് ദാവോൺ അവളെ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങും. എത്രയൊക്കെ പറഞ്ഞാലും നീ എന്നിൽ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്, നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ ബിറ്റ്നയ്ക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ബിറ്റ്ന നേരെ ഈ സിഇഒനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവനിപ്പോ ബോധം കെട്ടി കിടക്കുമായിരുന്നു. ബിറ്റ്ന വന്നിട്ട് അവനെങ്ങനെയാണോ ആ വയസ്സായ ആളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയത് അതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുത്തും ചെയ്യും. അത് കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് ഇവളിവനെ ഒരു പാർക്കിൽ കൊണ്ടുവരും. എന്നിട്ട് ഹെല്ലിലുള്ള 2 ക്രീച്ചേഴ്സിനെ ഇവന്റെ പുറകെ ആയിട്ട് പറഞ്ഞു വിടും. അവസാനം അവനെ ഭയങ്കര ക്രൂരമായിട്ട് തന്നെ ഹെല്ലിലോട്ട് പറഞ്ഞു വിടും. അവളവനെ കൊല്ലുന്നതെല്ലാം നമ്മളുടെ ദാവൺ പുറത്തു നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ബിറ്റ്ന താഴോട്ട് വരുന്നത് ഇത് കണ്ട് ഭയങ്കര ഷോക്കാവും. യഥാർത്ഥത്തിൽ നമ്മളുടെ ദാവോൺ ആണെങ്കിൽ മുന്നേ അവളെ കെട്ടിപ്പിടിച്ചില്ലേ, ആ സമയത്ത് അവളുടെ ഡ്രസ്സിലായിട്ട് ഒരു ബഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് അവനിപ്പോൾ ഇവളെ ഫോളോ ചെയ്ത് വന്നേക്കുന്നത്. നമ്മളുടെ ബിറ്റ്ന ഭയങ്കര ഷോക്കായി പോവും. അവനടുത്ത് ഫോൺ ചോദിക്കും. ഉടനെ തന്നെ നമ്മളുടെ ദാവോൺ പറയും ഇല്ല തരത്തില്ല എന്നും പറഞ്ഞിട്ട് അവളുടെ ദേഹത്തായിട്ട് കുറച്ച് സൾഫർ പൗഡർ എടുത്ത് വാരി എങ്ങ് എറിയും. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മളുടെ ദാവോണിന്റെ അടുത്താണെങ്കിൽ അസിസ്റ്റന്റ് എന്നാ പറഞ്ഞു കൊടുത്തേ, ഡീമൻസിന്റെ ദേഹത്തായിട്ട് സൾഫർ പൗഡർ എടുത്തിട്ട് കഴിഞ്ഞാൽ അവരുടെ പവേഴ്സ് എല്ലാം 2 മണിക്കൂറത്തേക്ക് കാണത്തില്ല എന്ന്. ഇത് കാണുന്നത് നമ്മളുടെ ബിറ്റ്ന ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവിടെ നമ്മളുടെ ബിറ്റ്ന അവനെ അടിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ ദാവൺ ആണെങ്കിൽ അവളുടെ കൈ അങ്ങ് വിലങ്ങ് വെക്കും. എന്നിട്ട് പറയും ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുക എന്ന്. പെട്ടെന്ന് തന്നെ ദാവൺ ഒരു കോള് വരും. അവന്റെ അമ്മേനെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിട്ട് അവനങ്ങനെ ആ പാർക്കിലായിട്ട് നമ്മളുടെ ബിറ്റ്നേനെ ലോക്ക് ചെയ്തിട്ടിട്ട് അവിടേക്ക് പോവും. ചെന്ന് നോക്കുമ്പോൾ എന്തുവാ, അവന്റെ അമ്മ ഇപ്പോൾ മരിച്ച നിലയിലാ ഉള്ളത്. അതായത് അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണോ കൊന്നത് അതേപോലെ തന്നെ അവന്റെ അമ്മേനെ ഇപ്പൊ കൊന്നേക്കുന്നത്. അതിന്റെ സൈഡിലായിട്ട് ജെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവൻ ഭയങ്കര ഷോക്കായി പോവും. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഈ ദാവോണിന്റെ ഇപ്പോഴത്തെ അമ്മയില്ലേ, അവരുടെ ഫസ്റ്റ് കേസ് ആയിരുന്നു ദാവോണിന്റെ പേരൻസിന്റെ മർഡർ കേസ്. അവരിത് വന്ന് കണ്ട് ഭയങ്കര ഷോക്കായിരുന്നു. ദാവോണിനെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര സങ്കടം തോന്നും. അങ്ങനെ നമ്മളുടെ ഈ അമ്മയാണെങ്കിൽ ദാവോണിനെ പിടിച്ചിരുത്തിയിട്ട് പറയും ഉറപ്പായിട്ടും ഞാൻ നിന്റെ പേരൻസിനെ കൊന്ന ആരാണോ അവരെ കണ്ടുപിടിച്ചിരിക്കുകയെന്ന്. പിന്നീട് കാണിക്കുന്ന ദാവോണിന് ഓർഫനേജിൽ നിൽക്കുന്നതാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് ഈ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ എല്ലാ തവണയും വരും. എന്നാൽ അവനാണെങ്കിൽ അതങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. അവൻ വിചാരിക്കുന്നതേ അവനോട് സിമ്പതി കാണിക്കുക എന്ന്. അങ്ങനെ ഒരു ദിവസം എല്ലാ കുട്ടികളുടെയും പേരൻസ് എല്ലാം വന്നിട്ട് ഒരു പേരൻസ് മീറ്റിങ്ങിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ഈ ഡിറ്റക്റ്റീവ് അവരുടെ ഹസ്ബൻഡുമായിട്ട് വരും. ഇത് കാണുന്നത് നമ്മളുടെ ദാവോണിന് മനസ്സിലാവും ഇവന്റെ അടുത്ത് ഭയങ്കര ജെന്യുവിൻ ആയിട്ട് തന്നെയാ നിൽക്കുന്നത് എന്ന്. അങ്ങനെയാണ് നമ്മളുടെ ദാവോൺ ഇവരെ അവന്റെ സ്വന്തം അമ്മയായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ. ഇപ്പോഴൊരിക്കൽ കൂടി അവന്റെ അമ്മേനെ ആ സീരിയൽ കില്ലർ അവന്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുമല്ലേ. ഇപ്പൊ നമ്മളുടെ ദാവോണ് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ബിറ്റ്നയെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പൊ അവളുടെ പവേഴ്സ് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അവൾ അങ്ങനെ ആ വിലങ്ങും പൊട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും അവളുടെ മുമ്പിലായിട്ട് ദാവൺ വന്ന് നിൽക്കും. ദാവണിനെ കാണുന്നേ ബിറ്റ്നയ്ക്ക് ദേഷ്യം വരും. എന്നാൽ ദാവൺ പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലിരുന്ന ആ മൊബൈലില്ലേ അത് തറയിലെടുത്തിട്ട് എറിഞ്ഞിട്ട് അവന്റെ കൈ വെച്ച് അത് ഇടിച്ചങ്ങ് പൊട്ടിക്കും. എന്നിട്ട് അതിനെ എടുത്ത് നമ്മളുടെ ബിറ്റ്നയുടെ നേർക്കായിട്ട് കൊടുക്കും. എന്നിട്ട് ചോദിക്കും നീ എനിക്ക് വേണ്ടി ആ സീരിയൽ കില്ലറിനെ ഒന്ന് കൊന്നു തരാവോ എന്ന്. എനിക്കവനെ എന്റെ കൈ കൊണ്ട് കൊല്ലണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്ന പറയും ഓക്കെ ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയാണ്, പക്ഷേ നീ അവനെ കൊന്നു കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും ഹെല്ലിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മളുടെ ദാവോൺ പറയും എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഹെല്ലിലോട്ട് പോകാനാണെങ്കിൽ നീ എന്നെയും കൊന്നു കളഞ്ഞോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ബിറ്റ്നയാണെങ്കിൽ പറയും ഓക്കെ ഇതൊരു ഡീലാണ്, നീ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും മറക്കരുത് എന്ന്. ഇത്രയും പറഞ്ഞിട്ടാ അവൾ അവിടെ വന്ന് തിരിഞ്ഞങ്ങ് നടക്കും. നമ്മളുടെ ദാവോൺ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിറ്റ്നയും ഭയങ്കര ഇമോഷണലായി അവൾക്ക് എന്തോ പോലെ ഫീൽ ചെയ്യും. അവളുടെ കണ്ണീന്ന് കണ്ണീര് വരാൻ തുടങ്ങും. അവൾ ഭയങ്കര ഷോക്കായിരുന്നു. അവൾക്ക് നമ്മളുടെ ദാവോണിന്റെ ഫീലിങ്സ് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങനൊരു സംഭവം ഫീൽ ചെയ്യുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.